ഇതാരാണെന്ന് നോക്ക്, ഞാൻ വണ്ടി ഓടിക്കാന്ന് പറ. അണ്ണാ മുതലാളിയുടെ ഫോണാ ഇത്. ആ ഗോവിന്ദനായിരിക്കും. തൊട്ടടുത്തെത്തി അണ്ണാ. ആ വലിയ മുതലാളിയില്ലേ ദിഗ്വിജയൻ, അയാള് നല്ലവനാ, എല്ലാവരെയും സഹായിക്കുകയൊക്കെ ചെയ്യും. ഗോവിന്ദൻ ചെറ്റയാ ഏറപ്പ. ഇവനെങ്ങനെ മുതലാളിയുടെ കൂടെ കൂടിയെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അണ്ണാ അതൊക്കെ വിട്, വേഗം വണ്ടി ഓടിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ആ ഗോവിന്ദൻ തേറി പറഞ്ഞ് നമ്മുടെ ചെവി പൊട്ടിക്കും. ചുമ്മാതിരിക്കടാ, ഇതെന്താ എയറോപ്ലെയിൻ ആണോ പറത്തിക്കൊണ്ടു പോകാൻ? എന്റെ പാട് എനിക്കല്ലേ അറിയൂ, ഈ ചുരത്തിലൂടെ വണ്ടി ഓടിക്കുന്ന പാട് നിനക്കറിയാവൂ? അണ്ണാ നോക്കണ്ണ, ബ്രേക്ക് ബ്രേക്ക് നീ പുറകെ നോക്ക. അയ്യോ, പച്ചക്കറി എല്ലാം താഴെ പോയല്ലോ അണ്ണാ. പച്ചക്കറി എല്ലാം താഴെ പോയണ്ണാ. ഇനി വേറെ വണ്ടി വിളിക്കണം. ഓ ഹലോ വീരണ്ണ, വേഗം വേറൊരു വണ്ടി വിട്. ഞങ്ങളുടെ വണ്ടി കേടായി. അവിടത്തെ പരിപാടിക്കുള്ള മുഴുവൻ സാധനങ്ങളും ഞങ്ങളുടെ ഈ വണ്ടിയിലാ ഉള്ളത്. ആ പിന്നെ കൊച്ചേ, ആരാ നീ? നിന്നോടാ ചോദിച്ചേ ആരാന്ന്? അണ്ണാ എന്താണ്? നമ്മുടെ ലോറിക്കുള്ളിൽ ഒരു പെൺകുട്ടി, ചോദിച്ചിട്ടൊന്നും മിണ്ടല്ല. മോളെ വാ വാ മോളെ. ആരാ മോളെ നീ? എന്താ നിന്റെ പേര്? ഏതാ നിന്റെ നാട്? ഓ ഇന്നാ മോളെ. കുടിക്കും മോളെ, പാലല്ലേ, കുടിച്ചോളൂ. കുടിച്ചോ. शिवाय नमः, महेश्वराय नमः, शम्भवे नमः, पिनाकिने नमः, शशिशेखराय नमः, वामदेवाय नमः, विरूपाक्षाय नमः, कवर्तने नमः, नीललोहिताय नमः, शंकराय नमः, शूलपाणे नमः, शशिशेखराय नमः, वामदेवाय नमः. ഈ റോഡിന്റെ നടുവ് ഈ കുട്ടി എന്തായി കാണിക്കുന്നത്? അങ്ങോട്ട് മാറി നിൽക്കും.
ഓ ഇവരോ? ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. ഇവിടെ അടുത്ത അമ്പലത്തിലെ മോന്റെ പിറന്നാളോടനുബന്ധിച്ച് അന്നദാനമൊക്കെ നടത്തുന്നുണ്ട് മോളെ. ശശിശേഖരായ നമഃ, വാമദേവായ നമഃ, വിരൂപാക്ഷായ നമഃ, കപർദിനേ നമഃ, നീലലോഹിതായ നമഃ, ശങ്കരായ നമഃ, ശൂരപാണിയേ നമഃ, മൃത്യുഞ്ജയായ നമഃ. ഇനി നിങ്ങളുടെ മകനെ പറ്റി ഭയപ്പെടേണ്ടതില്ല. ദൃഷ്ടിദോഷമെല്ലാം ഇതോടെ ഒഴിഞ്ഞു പോകും. ഞാനിതൊക്കെ ചെയ്തതേ എനിക്ക് വേണ്ടിയല്ല, എന്റെ കൊച്ചുമുതലാളിക്ക് വേണ്ടിയാ. ഈ ചെറുപ്രായത്തിൽ തന്നെ തെളിഞ്ഞ ബുദ്ധിയുള്ള മകൻ. കേട്ടോ സ്വാമി, എന്റെ മകനും എന്നെ പോലെ തന്നെ ഞാൻ എന്റെ മുതലാളി എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അവനും എന്റെ കൊച്ചു മുതലാളി അത്രത്തോളം സ്നേഹിക്കുന്നു. ആയുഷ്മാൻ ഭവ. നന്നായി വരട്ടെ. അച്ഛാ വേഗം പോവാം, അവിടെ ഇപ്പൊ പൂജ തുടങ്ങിയിട്ടുണ്ടാവും. വാ അച്ഛാ പോകാം. എടാ നന്ദീശ, നീ ഈ കുടുംബത്തിലെ ഡ്രൈവറാണോ അതോ മുതലാളിയാണോ? അല്ല, രാവിലെ മുതൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ഒറ്റയ്ക്ക് ഓടി ഓടി ഞാൻ മടുത്തു. വേഗം വരണം, ഇവിടെ ചെയ്യാൻ പിടിപ്പത് പണിയുണ്ടെന്നുള്ള കാര്യമൊക്കെ മറന്ന് വല്ലപ്പോഴും വന്ന് കേറിയാ പോരാ. നീ ഈ വീട്ടിലെ വെറും ഒരു ജോലിക്കാരൻ മാത്രമാ, അത് ഓർമ്മയിരിക്കട്ടെ. ഇറങ്ങിപ്പോടാ. ഗോവിന്ദ, നന്ദീശൻ നമ്മുടെ വീട്ടിലെ ഡ്രൈവറുമല്ല, പണിക്കാരനുമല്ല, നമ്മുടെ കുടുംബത്തിലെ അംഗമാണ്. അല്ലളിയ, അതെങ്ങനെ ശരിയാവും? അയാളെ നീ വില കുറച്ച് കാണുന്നത് അതെന്നെ അപമാനിക്കുന്നത് പോലെയാ. ഇത് അവസാനത്തെ താക്കീതാ. നന്ദീശ വാ. മുതലാളി, നന്ദീശ, ഞാൻ നേരത്തെ തന്നെ എത്തേണ്ടിയിരുന്നതാ, കുറച്ച് ലേറ്റായി പോയി, ക്ഷമിക്കണം. എന്നാ പ്രസാദം. അത് സാരമില്ലേ, വരൂ ഹോമം അവസാനിപ്പിക്കാം. നീ പോയി ത്രിവിക്രമനെ വിളിച്ചോണ്ട് വാ. അവനില്ലാതെ ഹോമം പൂർത്തിയാവില്ല. ശരി മുതലാളി, എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ പോയി കൊച്ചുമുതലാളിയെ കൂട്ടിക്കൊണ്ടുവരാം. അച്ഛൻ പൂജയ്ക്ക് വേണ്ടി വിളിക്കുന്നു. പടിയെല്ലാം നല്ല വഴുക്കല കൊച്ചുമുതലാളി, ശ്രദ്ധിച്ചില്ലെങ്കിൽ വീഴും. നീ എന്റെ കൂടെ ഉള്ളപ്പോ എനിക്കെന്താവാനാ? നോക്ക്, ഞാനും അത് തന്നെയല്ലേ പറഞ്ഞത്, അങ്ങോട്ട് പോയ വഴക്കുംന്ന്. എന്റെ വാക്ക് ഏട്ടൻ കേട്ടില്ലല്ലോ. ഇപ്പൊ ഈ പണിക്കാരൻ പറയുന്നത് കേൾക്കാലേ. റീന, തൃശൂലിനെ പണിക്കാരെന്ന് വിളിക്കരുത്. അവൻ എന്റെ ഫ്രണ്ടാ, എപ്പോഴും എന്റെ കൂടെയുള്ള എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. നിനക്കതൊന്നും മനസ്സിലാവില്ല, നീ പൊക്കോ. ഞാൻ ഏട്ടനെ കൊണ്ടേ പോകൂ, അതുവരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ. ഞാൻ വരാന്ന് പറഞ്ഞില്ലേ, നീ പോ. കൊച്ചുമുതലാളി, റീനമോള് പറയുന്നതും സത്യമാ. അവിടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. വാ പോകാം, നമുക്ക് പെട്ടെന്ന് പോകാം. ഇത് വാങ്ങിച്ചോ. കൊച്ചുമുതലാളി, ഇന്ന് നിങ്ങളുടെ ബർത്ത്ഡേ അല്ലേ, പുത്തനോട് പിടേണ്ടത് നിങ്ങളാ, എനിക്ക് വേണ്ട. ഏട്ടാ, ഇവനെന്തിനാ പുതിയതൊക്കെ കൊടുക്കുന്നേ? പഴയത് കൊടുത്താ മതി. റീന, നിന്നോട് പോവാനല്ലേ പറഞ്ഞത്, പിന്നെയും പിന്നെയും പുറകെ വന്നോളൂ. ഓ, ഇവന്റെ മുന്നിൽ വെച്ച് എന്നെ വഴക്ക് പറഞ്ഞു അല്ലേ? ഞാനേ അച്ഛനോട് പറയും. കൊച്ചുമുതലാളി, റീനമോള് പറയുന്നതാ ശരി, എനിക്കിതൊന്നും വേണ്ട. വാങ്ങാൻ പറഞ്ഞാ വാങ്ങിക്കോണം. അതല്ല കൊച്ചുമുതലാളി. നോക്ക്, ഞാൻ ഒരിക്കൽ തീരുമാനിച്ചാ അത് തീരുമാനിച്ചതാ, മനസ്സിലായോ? വാങ്ങാൻ പറഞ്ഞാ വാങ്ങിച്ചോണം, ഇനിയൊരു സംസാരം ഇല്ല. ശരി കൊച്ചുമുതലാളി. അതാണ് എന്റെ ആദിശേഷൻ, അവന്റെ അടുത്തേക്കാണ് എനിക്ക് എത്തേണ്ടത്. ഗുരുദേവൻ പറഞ്ഞ പോലെ ഇന്ന്
ഇവന്റെ ജന്മദിനമാണ്. ഇവൻ തന്നെയാണ് എന്റെ ആദിശേഷൻ. തൃശൂൽ ദാ വരുന്നു. ഇവളെന്തേയും മതിലേ കയറിയിരിക്കുന്നേ? എങ്ങനെ മേളിലെത്തി? അവിടുന്ന് വീണോ? അതെ. വാ, ഇവിടെ ഇരിക്ക്. ഇവനിലൂടെ വേണം എനിക്ക് എന്റെ ആദിശേഷനിലേക്ക് എത്താൻ. ആരാ നീ? ഞാൻ നിന്നെ കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. എന്താ ഇവിടെ കറങ്ങി നടക്കുന്നേ? പോരാത്തേന് മേലേന്ന് താഴെ വീഴുകയും ചെയ്തു. എന്തിനാ നീ ഇവിടെ വന്നേ? എന്താ നിനക്ക് വേണ്ടേ? എനിക്കെന്താ വേണ്ടതെന്ന് പറഞ്ഞ അത് നീ തരുവോ? എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ചോക്ലേറ്റ് വേണോ? അവിടെ ഉള്ളിൽ ഹോമത്തിലിരിക്കുന്ന ഒരാളില്ലേ, എനിക്ക് അയാള് വേണം. അതാരാ? നിന്റെ കൂടെ എപ്പോഴും നടക്കുന്ന ആളില്ലേ, ആ ആള്. ഓ, എന്റെ കൊച്ചു മുതലാളിയോ? അതെ, എന്റെ മുതലാളി. എന്താ? അല്ലല്ല, നിന്റെ മുതലാളിന്ന്. ആ, അവരെ നിനക്കറിയോ? അറിയാം, നല്ല പോലെ അറിയാം. എന്തിനാ അവരെ കാണുന്നത്? അവനോട് എനിക്ക് സംസാരിക്കണം. എന്താ പറയേണ്ടതെന്ന് നീ എന്നോട് പറ, ഞാൻ അവരോട് പോയി പറയാം. ഇല്ല, അത് ആരോടും പറയാൻ പറ്റില്ല. ഞാനാണ് നിന്റെ ശിവാനി എന്ന് എനിക്ക് തന്നെ അവനോട് പറയണം. കരയണ്ട, ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാ. അയ്യോ, കൊച്ചുമുതലാളി അവിടെ തിരക്കിലാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ, ഒരു ഐഡിയ ഉണ്ട്. പൂജ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പോയി കൊച്ചുമുതലാളിയെ കാണാം. ഓക്കെ അല്ലേ? ആദിശേഷ, ഞാൻ ഇവിടെ വന്നത് നിനക്ക് വേണ്ടിയാണ്. ഇല്ല, എനിക്ക് ഇപ്പൊ തന്നെ സംസാരിക്കണം. ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ പോവാ. ആരാ നീ? ആരാ ഇവള്? ഗോവിന്ദ മാമ, ഇവൾക്ക് കൊച്ചുമുതലാളിയെ കാണണമെന്നാ പറയുന്നേ. നിനക്ക് ത്രിവിക്രമനെ അറിയോ? അതുകൊണ്ടാ ഗോവിന്ദ മാമ ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ടു വന്നത്. മാറിക്കേ, വാ. ആദിശേഷ, നമ്മുടെ പ്രണയം ജന്മജന്മാന്തരങ്ങളുടേതാണ്. എന്റെ കണ്ണിലേക്ക് നോക്ക്, ഞാൻ ആരാണെന്ന് അപ്പോൾ നിനക്ക് മനസ്സിലാകും. എന്റെ ആദിശേഷൻ എന്നിലേക്ക് തന്നെയാണ് വരുന്നത്. അവൻ അവന്റെ പുനർജന്മം തിരിച്ചറിഞ്ഞിരിക്കാം. ഈ നിൽക്കുന്ന കുട്ടി ആരാണെന്ന് നിനക്കറിയോ? നിന്നോടാ ഇവിടെ അറിയോന്ന് പറയൂ ആദിശേഷ, ഞാൻ നിന്റെ ശിവാനിയാണെന്ന് പറയൂ. ത്രിവിക്രമ, ഇവിടെ വന്നിരിക്കേ. നമ്മൾ തമ്മിൽ ജന്മജന്മാന്തര ബന്ധമുണ്ടെന്ന് പറയൂ ആദിശേഷ. ഇല്ല, ഇവൾ ആരാണെന്ന് എനിക്കറിയില്ല. എത്ര പരീക്ഷണങ്ങൾ നേരിട്ടാലും
എന്റെ ആദിശേഷനെ ഞാൻ തിരിച്ചു പിടിക്കും. ആർക്കും എന്റെ ആദിശേഷനെ എന്നിൽ നിന്നും അകറ്റാൻ സാധ്യമല്ല. നീയോ പിന്നെയും എന്നെ കാണാൻ വന്നതാണോ? നോക്ക്, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. നീ പൊക്കോ. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല? എന്നെ ഓർമ്മയില്ലേ നിനക്ക്? സാരമില്ല, എല്ലാം ഞാൻ തന്നെ പറയാം. എന്റെ പേര് ശിവാനി. ഞാനും നീയും. പൂജാരി നിന്നെ എത്ര നേരിട്ട് അന്വേഷണം അറിയോ? അദ്ദേഹത്തിന് ഹോമത്തിന്റെ പ്രസാദം തരാൻ വേണ്ടിയാ ഇവിടെ നീ എന്തെടുത്തോണ്ടിരിക്കുക. വാ എന്റെ കൂടെ. അത് അവിടെ ഇവിടെ നീ എന്ത് നോക്കൊണ്ടിരിക്ക? സമയമായി, വേഗം വരാൻ നോക്ക്. ആരാ പെൺകുട്ടി? എന്നെ ഓർമ്മയില്ലേന്ന് എന്തിനാ ചോദിച്ചത്? എന്നോട് വന്ന് സംസാരിക്കേണ്ട കാര്യം എന്താ അവൾക്ക്? എവിടെ പോയി അവള്? ആദിശേഷന് എന്നെ മനസ്സിലാവുന്നതേയില്ല. അവന്റെ ഓർമ്മകളെ തിരികെ കൊണ്ടുവരുന്നത് എങ്ങനെ? നീ ഇവിടെ വന്നിരിക്കുവാണോ? നീ കഴിക്കാണ്ട് എവിടെ പോയെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഞാൻ. ഇന്നാ നിന്റെ നാടേതാ? വാസുകിപുരത്താ. വാസുകിപുരം അതെവിടെയാ? കുറെ ദൂരത്താ. എത്ര ദൂരം അതെനിക്കറിയില്ല. നേരെ പോയാൽ കുറച്ച് ദൂരേ ഉള്ളൂ. ഞാൻ പോകുന്ന പോലെ പോയാൽ കുറെ ദൂരം പോണം. അതിരിക്കട്ടെ, നീ എന്തിനാ കൊച്ചു മുതലാളിയെ തിരിഞ്ഞു വന്നത്? ഓ, ബർത്ത്ഡേ വിഷയം വന്നതാണല്ലേ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എന്നെ വിഷയം. നിന്നെയോ? എന്തിനാന്ന് ചോദിച്ചാൽ ഇന്ന് എന്റെയും ബർത്ത്ഡേ ആണ്. ഞാനും കൊച്ചു മുതലാളിയും ഒരേ ദിവസമാണ് ജനിച്ചത്. ഒരേ ദിവസം മാത്രമല്ല, ഒരേ സമയം, ഒരേ നക്ഷത്രം, ഒരേ വീട്, ഒരു സെക്കൻഡ് പോലും വ്യത്യാസമില്ല. അച്ഛനും അമ്മയും വേറെ വേറെയാണെന്ന് മാത്രം. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച. ആ പിന്നെ അമ്മ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. നീ കഴിക്ക്, ഞാൻ പോയിട്ട് വേഗം വരാം. ഈ ഭൂഖണ്ഡത്തിന്റെ ദക്ഷിണ ഭാഗത്തായി കനകദുർഗ എന്നൊരു ദേശത്ത് നിന്റെ ആദിശേഷന്റെ 9ാം പിറന്നാൾ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇവർ ഇരുവരും ജനിച്ചത് ഒരേ ദിവസം. ഇതിൽ ആരാണ് എന്റെ ആദിശേഷൻ? ഗുരുദേവൻ തന്നെ ഉത്തരം നൽകണം. എന്തിനാണ് ശിവാനി ഇത്രയധികം കോപം? അങ്ങയുടെ സന്മാർഗം, അങ്ങയുടെ ജ്ഞാനം എല്ലാം നുണയാണ് ഗുരുദേവ.
കയർത്ത് സംസാരിക്കേണ്ട, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കൂ. ഞാൻ പറയുന്നത് പരമസത്യമാണ്. 9 വർഷത്തെ എന്റെ കഠിന തപസ്സിനൊടുവിൽ അങ്ങ് തന്നെയാണ് പറഞ്ഞത്. ഈ നിർദ്ദിഷ്ട കാലകൂടം, നക്ഷത്രം, കരണം, യോഗാനുസാര പ്രകാരം കനകദുർഗയിൽ ജന്മദിനം ആഘോഷിക്കുന്ന ബാലകനാണ് എന്റെ ആദിശേഷനെന്ന്. നിസ്സംശയം പറയാം, ഞാൻ പറഞ്ഞത് സത്യം തന്നെ. ആ നാട്ടിൽ ജന്മദിനം ആഘോഷിക്കുന്ന ആ ബാലകൻ തന്നെയാണ് നിന്റെ ആദിശേഷൻ. എന്റെ പ്രവചനം യാതൊരു കാരണവശാലും പിഴയ്ക്കുകയില്ല. അങ്ങനെയെങ്കിൽ അങ്ങയുടെ ജ്ഞാനദൃഷ്ടിയിൽ ആ സമയത്ത് ജനിച്ചത് ഒരു ബാലകൻ മാത്രമല്ല, 2 പേരാണെന്ന് എന്തുകൊണ്ട് തെളിഞ്ഞില്ല? കേട്ടോളൂ, അന്ന് ആ വീട്ടിൽ ജനിച്ചത് 2 പേർ. ഒരാൾ ത്രിവിക്രമൻ, മറ്റൊരാൾ തൃശൂൽ. അങ്ങനെയെങ്കിൽ ആ 2 പേരിൽ ആരാണ് എന്റെ ആദിശേഷൻ? എനിക്ക് അങ്ങയുടെ മാർഗനിർദ്ദേശം വേണം ഗുരുദേവ. എന്റെ ആദിയെ കണ്ടെത്താൻ എന്നെ സഹായിക്കൂ. എന്റെ ജ്ഞാനശക്തി തന്നെയാണ് നിന്നെ അവിടേക്ക് അയച്ചത്. എന്നിരുന്നാലും ചില കടമ്പകൾ മറികടക്കുവാൻ എന്നാൽ സാധ്യമല്ല. ആ രഹസ്യം ഭേദിക്കുവാൻ ഒരാൾക്കു മാത്രമേ കഴിയുകയുള്ളൂ. ആരാണത് ഗുരുദേവ? നീ തന്നെ. അതെ ശിവാനി, നീ ആദിശേഷനെ ഹൃദയത്തിൽ പേറി നടക്കുന്നവളാണ്. അതുമാത്രമല്ല ശിവാനി, ശരീര, മനോ, ആത്മാക്കളെ പൂർണ്ണമായും അറിഞ്ഞവളും. ഇത് നിന്നാൽ മാത്രമേ സാധിക്കൂ. നിന്റെ ആദിശേഷനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിനക്ക് നാഗമാണിക്യം തിരികെ നേടാനാവൂ. അതിലൂടെയേ നിന്റെ പ്രതികാരത്തിന് അറുതിയാവൂ. ഓർമ്മയിരിക്കട്ടെ. ഇതാണ് പരമേശ്വരന്റെ ഇച്ഛയെങ്കിൽ എന്റെ ആദിശേഷനെ ഞാൻ തന്നെ കണ്ടുപിടിക്കുന്നതാണ്. അവന്റെ പ്രാണൻ എടുത്തവരോട് ഞാൻ പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും. ഇത് മണിബന്ധനം. ഈ പ്രയത്നത്തിനിടെ ഈ മണിബന്ധനം മാത്രം നഷ്ടമാവാൻ പാടില്ല. ഒരു വേള അത് സംഭവിച്ചാൽ ആപത്തുകൾ മാത്രമാവും പിന്നീട് ഉണ്ടാവുക. ശരി, അങ്ങനെ ആയിക്കൊള്ളട്ടെ ഗുരുദേവ. ഓർമ്മയിരിക്കട്ടെ, ആദിശേഷനെ കണ്ടെത്തുവാൻ നിനക്കൊരു സമയപരിധിയുണ്ട്. ഇനി 5 ദിവസങ്ങൾക്കുള്ളിൽ കർക്കിടകത്തിലെ അമാവാസിയാണ്. ആ അമാവാസി തീരുന്നതിനുള്ളിൽ നീ നിന്റെ ആദിശേഷനെ കണ്ടെത്തിയേ തീരൂ. ഇല്ലെങ്കിൽ ഗ്രഹഗതിക്കനുസരിച്ച് നിന്റെ ആദിശേഷനെ കണ്ടെത്തുവാൻ കാലങ്ങൾ പിന്നെയും കാത്തിരിക്കേണ്ടി വരുന്നതാണ്. ഇത് തീർച്ച. ഇല്ല ഗുരുദേവ, ആ നേരത്തിനുള്ളിൽ എന്റെ ആദിശേഷൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. നാഗമാണിക്യം തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. പ്രണാമം ഗുരു. ശുഭമസ്തു. ഇവരിൽ ആരാണ് എന്റെ ആദിശേഷൻ? ആരാണ് നീ? നിന്നെ ഞാൻ എങ്ങനെ തിരിച്ചറിയും?
മനസ്സിലായി അതിശേഷ. നിന്നെ കണ്ടുപിടിക്കാനുള്ള മാർഗം എനിക്ക് മനസ്സിലായി. നിന്റെ പാദത്തിനടിയിലുള്ള നാഗലോക ചിഹ്നം അത് തന്നെയാണ് ഈ ജന്മത്തിൽ നിന്നെ എനിക്ക് കണ്ടെത്തുവാനുള്ള അസ്ത്രം. വരാം അതിശേഷ, ഈ ക്ഷണത്തിൽ തന്നെ വരാം. എന്നിട്ട് നിന്നെ കണ്ടുപിടിച്ച് നമ്മുടെ ഈ നാഗലോകത്തിലേക്ക് തിരികെ കൊണ്ടുവരും ഞാൻ. അയ്യോ, പാമ്പ് പാമ്പ് മുതലാളി, പാമ്പ്.